എവരിവൺ, ഐ എം ശരത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷരിയ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി മന്ത്ലി ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്. അതിൻ്റെ കഴിഞ്ഞ 10-15 വർഷത്തെ റിട്ടേൺസ് ഒക്കെ വെച്ചിട്ടാണ്, അതിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓൾസോ ഇതിൽ നമുക്ക് SWP എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വല്ല ഡൗട്ട്സോ ക്വറീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഞങ്ങളായിട്ട് ചാറ്റ് ചെയ്യാനും പറ്റും. സോ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ കുറച്ച് ഓവർവ്യൂ നോക്കാം. ലൈക്ക് ഫണ്ടിനെ കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ കാണുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ഹോം പേജാണ്. സോ അതിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട്, അപ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ AUM വാല്യൂ കാണാം 3400 crores അടുത്ത്. NAV വാല്യൂ 3434. സോ ബെഞ്ച് മാർക്ക് വരുന്ന നിഫ്റ്റി 500 ഷെറിയ TRIയിലാണ്. ഓൾസോ ഫണ്ടിൻ്റെ ഏജ് കാണിക്കുന്നുണ്ട് 28 years, ഓൾമോസ്റ്റ് 29 years ആവാനായി നമ്മുടെ ഈ ഫണ്ട്. പിന്നെ ഇത് ഷെരിയ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മോസ്റ്റ്ലി ഇക്വിറ്റിയിലൊക്കെയാണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഹോൾഡിങ്സ് കാണാം. മാക്സിമം ഹോൾഡിംഗ് വരുന്നത് ടാറ്റ കൺസൾട്ടൻസിയിലാണ്. പിന്നെ അങ്ങനെ ഓരോന്ന് കാണാൻ പറ്റും. പിന്നെ സെക്ടേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ IT-യിലാണ്. NAV പെർഫോമൻസ് 1 yearൻ്റെ കാണാൻ പറ്റും. അതുപോലെ 3 yearsൻ്റെ 5 yearsൻ്റെ എത്ര NAV കയറി വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്ര ചാർട്ട് മൂവ് ആയി എന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മൾ ഈ ഫണ്ട്സിലൊക്കെ SIP ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. എന്ന് വെച്ചാൽ 10-15 വർഷത്തെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നോക്കാം, ഞാൻ കൺസിഡർ ചെയ്ത SIP എമൗണ്ട് 10,000 rupees ആണ് പെർ മന്ത് വെച്ചിട്ട്. അപ്പോൾ 10 yearsൻ്റെയും 15 yearsൻ്റെയും 20 yearsൻ്റെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എത്ര റിട്ടേൺസ് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ടാറ്റ എത്തിക്കൽ ഫണ്ട് 10 yearsൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 12 lakh rupees ആണ്. റിട്ടേൺസ് പറയുന്നത് 23 lakh rupeesൻ്റെ റിട്ടേൺസ്. അപ്പോൾ അതിൻ്റെ XIRR വാല്യൂ പറയുന്നത് 13.3%. അതുപോലെ തന്നെ 15 years നോക്കുവാണെങ്കിൽ 18 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കിട്ടിയ റിട്ടേൺസ് എന്ന് വെച്ചാൽ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 53 lakhs ആണ്. നമ്മുടെ ആ 18 ലക്ഷം 53 ലക്ഷമായി. അപ്പോൾ അതിൻ്റെ XIRR വാല്യൂ എന്ന് പറയുന്നത് 13.47%. ഓൾസോ 20 years, ലൈക്ക് ഇത് മാർക്കറ്റിലോട്ട് വന്നത് 1996-ലാണ്. സോ 20 yearsൻ്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ 20 years വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 24 lakhs ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ മോർ ദാൻ 1 crore rupees എൻ്റെ കറണ്ട് വാല്യൂ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ XIRR വാല്യൂ എന്ന് പറയുന്നത് 13.36% ആണ്. അതുപോലെ താഴെ ടോറസ് ഫണ്ട്സിൻ്റെയും കൂടി നോക്കുവാണെങ്കിൽ, ടോറസ് ഫണ്ട്സിൻ്റെ 10 yearsഉം 15 yearsൻ്റെയും നോക്കുവാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ സെയിം തന്നെ, ലൈക്ക് SIP 10,000 ആണല്ലോ വെച്ച് പോകുന്നത്. അപ്പോൾ 10 years വെച്ച് നോക്കുമ്പോൾ 14.1% XIRR വാല്യൂ ഉണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 15 years വെച്ച് നോക്കുമ്പോൾ 15.58, സിമിലർ ടു ടാറ്റ എത്തിക്കൽ ഫണ്ട്സിൻ്റെ സെയിം റേഷ്യോ തന്നെയാണ് അതിൻ്റെ റിട്ടേൺസും ഒരു ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് SW പ്ലാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എത്ര SIP പോകുന്നു എന്നൊക്കെ നോക്കാം. സോ ഇവിടെ ഞാൻ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ തന്നെ 10 years, 15 years, 20 yearsൻ്റെ എല്ലാത്തിൻ്റെയും ചാർട്ടാണ് എടുത്തിരിക്കുന്നത്, എക്സാമ്പിൾ ചാർട്ട്. സോ 10 years ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. 10 yearsൽ ഞാൻ 10,000 rupeesൻ്റെ SIP ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 10 yearsഉം SIP എമൗണ്ട് 10,000 rupeesഉം. സോ ആനുവൽ റിട്ടേൺസ് വരുന്ന ഞാൻ ഏറ്റവും കുറവ് എന്ന് വെച്ചാൽ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഏറ്റവും ലീസ്റ്റ് വന്നൊരു എമൗണ്ടാണ്, ഒരു പെർസെൻറ്റേജാണ് ആനുവൽ റിട്ടേൺസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് 12%. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 12 lakh rupeesഉം SIP എന്ന് വെച്ചാൽ നമ്മൾ 10 വർഷം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് വരുന്നത് 23 lakhs ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് SWP വഴി 22,500 ആഫ്റ്റർ 10 years, ഈ 10 വർഷത്തിന് ശേഷം 22,500 രൂപ മാസം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, ഒരു ഇൻകം പോലെ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഈ അടുത്ത 20 വർഷത്തിന് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആ SWP കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ 16.87 lakhs പിന്നെ നമ്മുടെ കയ്യിലുണ്ടാവും. ഇനി നമുക്ക് 20 വർഷത്തെ കൺസിഡർ ചെയ്ത് നോക്കാം. 20 വർഷത്തിൽ സെയിം 10,000 വെച്ചിട്ട് നമ്മൾ 20 years ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12% ആനുവൽ റിട്ടേൺസ് വെച്ചിട്ട് തന്നെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 24 lakhs ആണ്. അപ്പോൾ നമ്മുടെ SIP കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 98.92 lakhs എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1 crore rupees. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് മന്ത്ലി SIP എമൗണ്ട് ആയിട്ട് 1 lakh നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ 20 വർഷത്തേക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വീണ്ടും ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20 lakh rupeesൻ്റെ ലംസം എമൗണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നുണ്ടാവും.
സോ അതുപോലെ തന്നെ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് 25 ഇയേഴ്സിൻ്റെയും 30 ഇയേഴ്സിൻ്റെയും ഈ SWPൻ്റെ വാല്യൂസ് കാണാൻ പറ്റും. സോ ഇനി ഇതിൻ്റെ ഒരു സമ്മറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മന്ത്ലി SIP 10,000 വെച്ചിട്ട് 20 ഇയേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 24 lakhs ആണ്. പിന്നെ ആ 20 വർഷത്തിന് ശേഷം നമ്മൾ 1 lakh rupees അടുത്ത് SWP ആയിട്ടുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യുവാണെങ്കിൽ ടോട്ടൽ SIP വിഡ്രോവൽ എന്ന് പറയുന്നത് 2.46 crores ആണ്. റിമൈനിങ് എമൗണ്ട് എന്ന് പറയുന്നത് 20 lakhs ഉണ്ടാവും നമ്മുടെ ഫണ്ടിൽ. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 2,66,27,000 rupees ആണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് എങ്ങനെ ഒരു SWP പ്ലാൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ SWP പ്ലാൻ ബിൽഡ് ചെയ്യാനുള്ള സഹായം വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. വി ആർ ഫ്രീ ടു ഹെൽപ്പ്. അപ്പോൾ ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത് റിട്ടയർ ആവാൻ പോകുന്നതോ റിട്ടയർ ആയിട്ടോ ശേഷമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ്. സോ ഇതിലെന്ന് പറയുമ്പോൾ അപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 25 lakhs നമുക്ക് കിട്ടി. അത് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഷെറിയ ബേസ്ഡ് ഫണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. സോ അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് 25 lakhs എന്ന് വെച്ചാൽ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്ത്. അതിന് SWP പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്ത് 20 years ആണ്. പിന്നെ SWP തീരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ തീരുന്ന സമയത്ത് നമ്മുടെ ഫണ്ടിൽ 50 lakh ബാലൻസ് വരുന്ന പോലത്തെ ഒരു പ്ലാനാണ് ഇത്. സോ ഇതിൽ ഞാൻ 2 കണ്ടീഷൻസ് സിനാരിയോ കണ്ടീഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിട്ടേൺസിൻ്റെ അനുസരിച്ച് ഒന്ന് 12%-ൻ്റെ റിട്ടേൺസ് വരുന്നതും ഒന്ന് 14%-ൻ്റെ റിട്ടേൺസ് വരുന്നതും. അപ്പോൾ 12% റിട്ടേൺസ് നോക്കുവാണെങ്കിൽ നമുക്ക് മന്ത്ലി ആയിട്ട് 21,000 അടുത്ത് നമുക്ക് SWP കിട്ടാനുള്ള ഒരു പാറ്റേൺ ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 14%-ൻ്റെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 25,300 അടുത്തുള്ള മന്ത്ലി SWP കിട്ടാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഈ നെക്സ്റ്റ് കണ്ടീഷനിൽ ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലംസം എമൗണ്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് 40 lakhs ആണ്. സോ 40 lakhs ആണ് ഇനീഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോർ സെയിം 20 ഇയേഴ്സിന് നമുക്ക് SWP എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 40 lakhs തന്നെ ബാലൻസ് വരണം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലും ഞാൻ 2 സിനാരിയോനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒന്ന് 12%-ൻ്റെയും ഒന്ന് 14%-ൻ്റെയും സിനാരിയോ. സോ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 12% വെച്ച് നമുക്ക് പേ ഔട്ട് വരുന്ന 38,000-ൻ്റെ പേ ഔട്ട് മന്ത്ലി കിട്ടും. അതുപോലെ 14%-ൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ 44,000-ൻ്റെ പേ ഔട്ട് നമുക്ക് കിട്ടും. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടിൽ ബാക്കി ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത് 40 lakh തന്നെ ആവും. അപ്പോൾ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 20 years ടെന്യൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 40 lakh rupees ബാക്കി ഉണ്ടാവും നമ്മുടെ പേ ഔട്ടൊക്കെ കൊടുത്തതിന് ശേഷവും, ബോത്ത് ഫോർ 14% പ്ലാനിനും ഫോർ 12% പ്ലാനിനും. ഇനി നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ SWP ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റിട്ടേൺസ് വരും എന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ തന്നെ 25 lakhs ആണ് ലംസം എമൗണ്ട് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതിൽ മന്ത്ലി പേ ഔട്ട് പറയുന്നത് 25,000. സോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് May 2015 മുതലാണ്, അവസാനിക്കുന്നത് 2025 May വരെ എന്ന് വെച്ചാൽ 10 years. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ പേ ഔട്ട്സ് എന്ന് വെച്ചാൽ കറണ്ട് വാല്യൂ 25 lakhs ആണ്. അത് പേ ഔട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഓരോ മാസം നമ്മൾ പേ ഔട്ട് കൊടുത്തു കഴിഞ്ഞ് താഴെ വന്ന് ഗോ ഡൗൺ. സോ ഈ പേ ഔട്ട്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 10 yearsൻ്റെ പേ ഔട്ട് കഴിഞ്ഞാലും നമ്മുടെ ബാങ്കിൽ വീണ്ടും 21.91 lakhs ഇരിക്കുന്നുണ്ടാവും. സോ ഇതാണ് ഷെരിയ ബേസ്ഡ് ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം. അതുപോലെ SWPൻ്റെ ഒരു ഗുണം കൂടി, ലൈക്ക് നമുക്ക് മന്ത്ലി പേ ഔട്ട്സ് കിട്ടുകയും ചെയ്യും. ഓൾസോ നമ്മുടെ ലംസം എമൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിസർവ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മന്ത്ലി ബേസ്ഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാൻസൊക്കെയാണ് നോക്കേണ്ടത്. ലൈക്ക് SIPയും SWPയും ഒക്കെ ലിങ്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്ലാൻ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കിടപ്പുണ്ട്, നമ്മളോട് ചാറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കറൻ്റ്ലി ഉള്ള ഓപ്ഷൻസിനെ കുറിച്ച് മനസ്സിലായി കാണും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് ലൈക്ക് മന്ത്ലി പേ ഔട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.